സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് മമ്മൂക്കയെ പറ്റിയുള്ളൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വാർത്തകളൊക്കെ കണ്ടു കാണും, ഇന്നത്തെ വാർത്തകൾ. അതിലെല്ലാം നമ്മൾ കണ്ടത് മമ്മൂക്ക എന്ന് പറയുന്നൊരു ഇതിഹാസ പുരുഷൻ്റെ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു യുഗപുരുഷൻ്റെ പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയ ഒരു കെയറിങ് ചാരിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയാണ്. അതായത് രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് മമ്മൂക്ക നടത്തുന്ന ഒരുപാട് പ്രവർത്തികളുണ്ട്, പുണ്യപ്രവർത്തികളുണ്ട്. അതിനെല്ലാം ഒരു പേരിലാണ് അറിയപ്പെടുന്ന വാത്സല്യം, കാരുണ്യം, അങ്ങനെയൊക്കെ ഓരോ പേരുകളിലാണ്. ഇന്നിപ്പോൾ വീണ്ടും ഈ പറയുന്ന രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് മമ്മൂക്ക പുതിയൊരു ഫൗണ്ടേഷന് രൂപീകരണം നൽകിയിരിക്കുകയാണ്, അല്ലെ രൂപം നൽകിയിരിക്കുകയാണ്. അങ്ങനെ 16ാമത്തെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയറും രാജഗിരി ആശുപത്രിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കാതോട് കാതോരം കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മമ്മൂട്ടിയും മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് രാജഗിരി ഹോസ്പിറ്റലിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഒരുപാട് പുണ്യപ്രവർത്തികൾ കാരണം അതിൽ നിന്ന് സുഖം പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. അങ്ങനെ മമ്മൂക്കയുടെ ഈ ഒരു പുണ്യപ്രവർത്തിയിൽ ഒരുപാട് ആളുകൾക്കാണ് സാന്ത്വനമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കാണ് തുണയായിട്ടുള്ളത്, തണലായിട്ടുള്ളത്. അങ്ങനെയുള്ള മമ്മൂക്ക ഈ സിനിമയിൽ കിട്ടുന്ന വരുമാനം കൂടാതെ അദ്ദേഹത്തിന് എവിടെ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുണ്ടോ അതെല്ലാം അദ്ദേഹം ഈ പറയുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങി വെച്ച് അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് അദ്ദേഹം സഹായം എത്തിക്കുന്നുവെന്ന് സാരം. അങ്ങനെ മമ്മൂക്ക ഒരുപാട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരുപാട് കെയറിങ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പലതും പുറത്തറിയുന്നതും പുറത്തറിയാത്തതുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് മമ്മൂക്ക അവിടെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പത്മഭൂഷൺ എന്ന് പറയുന്ന ഒരു പുരസ്കാരത്തെ പറ്റിയും മമ്മൂക്ക ആ വേദിയിൽ വെച്ചിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം മമ്മൂക്കയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പത്മഭൂഷൺ എന്ന് പറയുന്നൊരു അവാർഡ്, ഞാൻ അധികം എനിക്കത് വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതാണ്. ഞാൻ എൻ്റെ പേരിനൊപ്പം പത്മഭൂഷൺ എന്ന് ചേർക്കാനോ അല്ലെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് താല്പര്യവുമില്ല. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ മാത്രമാണ്, അതിനെ ആ രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സംഘികളുടെ ഈ പറയുന്ന ചാണകം മെഴുകൽ തനിക്ക് വേണ്ട എന്നുള്ളത് മമ്മൂക്ക തന്നെ പറയാതെ പറയുന്നു എന്ന് സാരം. മമ്മൂക്കയുടെ നിലപാടും മമ്മൂക്കയുടെ നിലവാരവും മമ്മൂക്കയുടെ വ്യക്തിത്വവും ഒക്കെ നമുക്കറിയാവുന്നതാണല്ലേ. അപ്പോൾ അത്തരം ഒരു നിലപാടും നിലവാരവും വ്യക്തിത്വവും ഒക്കെ ഉള്ളൊരു മനുഷ്യന് ഈ രീതിയിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളെപ്പറ്റി ദീർഘവീക്ഷണമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം. ഏതൊക്കെ രീതിയിൽ എവിടെ കൂടെ ഒക്കെ വരാൻ പോകുന്നുണ്ടെന്നുള്ള അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഒന്നുമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഒക്കെ കസ്റ്റംസ് പിന്നെ ഈ പറയുന്ന എന്താ പറയുക കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കുറേ നാൾ വീടുകളിലൊക്കെ കയറി ഇറങ്ങി കുറേ തോന്നിവാസങ്ങളൊക്കെ മാറി കാണിച്ചാൽ ആരാണ് സംഘികൾ. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ചിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം. റിപ്പോർട്ടർ ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് ഈ സൈഡ് നോക്കിയോ. ഇവിടെ കേരൻ ഷെയറിൻ്റെ 16ാം വാർഷികത്തിനപ്പുറത്തേക്ക് ഒരു പത്മശ്രീ ആഘോഷിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷം. പത്മഭൂഷൺ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാനുള്ളൊരു വാക്കാണ്. ഞാൻ പത്മശ്രീ പത്മഭൂഷൺ മമ്മൂട്ടി എന്ന് പറയാറുമില്ല, പറയാനും പാടില്ല. അതുകൊണ്ട് എനിക്കത് ബാധിക്കുന്നില്ല. അത് നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു പേരാണ്. എന്നെ മമ്മൂട്ടി എന്ന് മാത്രം വിളിച്ചാലും മതി. പക്ഷേ ഞാൻ മമ്മൂട്ടി മാത്രമാണ്. നിങ്ങൾക്കൊക്കെ പത്മഭൂഷൺ ആവട്ടെ. നമ്മുടെ ഒരു ലെറ്റർ പേഡിൽ പോലും എനിക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം എന്താ പറയുക ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥാനമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ഈ സായനത്തിൽ നമുക്ക് മറ്റൊരു സന്തോഷം കൂടെയുണ്ട്. ഈ കാതോട് കാതോരം എന്ന ശ്രവണ സഹായ ഓപ്പറേഷന് വേണ്ടിയുള്ള പ്രോജക്റ്റ്, അതിന് വളരെ സന്തോഷം തോന്നിയ ഒന്ന്, അത് തുടക്കം തന്നെ നല്ല സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ്. നമ്മൾ കാത് കേൾക്കാൻ വയ്യാത്ത ആളുകൾക്ക് നമ്മൾ കേൾക്കുന്ന പല സംഗീതം ഉൾപ്പെടെ പ്രകൃതിയിലെ ശബ്ദങ്ങൾ, നമ്മുടെ സംസാരം, ഭാഷകൾ ഒന്നും കേൾക്കാനോ ആസ്വദിക്കാനോ സാധിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് തന്നെ പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരാൾക്കൊരു ശ്രവണയന്ത്രം വാങ്ങിച്ചു കൊടുത്തിരുന്നു കാതിൽ വയ്ക്കാൻ. അയാളത് കുറച്ചു നേരം വെച്ചിട്ട് എറിഞ്ഞു കളഞ്ഞു. കാരണം ശബ്ദം എന്ന് പറയുന്നത് അയാൾക്ക് ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല, അയാൾ അനുഭവിച്ചിട്ടില്ല. അതെന്തൊരു ഭീകരാവസ്ഥയിലേക്ക് അയാൾ പോവുകയും അയാൾ പിന്നീട് ഒരിക്കലും ആ ശ്രവണ സഹായം ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിവരം എന്താ പറയുക, ഒരു
ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഇതൊരു പുതിയ അനുഭവമാണ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മളറിയാതെ ഭാഗ്യവാന്മാരായ നമുക്കൊക്കെ ഉണ്ട്. പല പഞ്ചേന്ദ്രിയങ്ങളും കണ്ണ്, കാഴ്ച, സംസാരശേഷി, കേൾവിയില്ലായ്മ, അങ്ങനെ ഒരുപാട് കുറവുകളുള്ള ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ഈ സംരംഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കണ്ടാൽ കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ. ശ്വാസം വലിക്കുകയും ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ച് മണമില്ലെങ്കിലും ശ്വാസം വലിക്കുക. ചിലർക്ക് അതുമില്ല. കുറേ കാലത്ത് എനിക്കില്ലായിരുന്നു ഇതൊന്നും. ഇപ്പോൾ കുറച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലാത്തപ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ. നമ്മൾ ശബ്ദം കുറച്ച് വയ്ക്കുക, മിണ്ടാതിരിയടാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതുകൊണ്ടാണ്. കേൾക്കാത്തവർക്ക് ആരും അങ്ങനെ പറയാറില്ല. നമുക്ക് പാട്ടിഷ്ടമാണ്, ചില പാട്ടിഷ്ടമല്ല, ചില ശബ്ദം ഇഷ്ടമല്ല, ഒക്കെ നമുക്ക് കേൾക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുന്നത്. കേൾക്കാത്തവർക്ക് എന്തെങ്കിലും കേട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ട്. കേൾവി കുറഞ്ഞു വരും ചിലപ്പോൾ പ്രായം കൂടുന്ന ആളുകൾ. അപ്പോൾ കേൾവി നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അത് ജന്മനാ നഷ്ടപ്പെട്ടു പോയവർക്ക് അവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്നൊരു വലിയ കാര്യം. കണ്ടില്ലേ മമ്മൂക്ക അവിടെ പറയുന്നത്, കേൾവി അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നൊരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിന് ഞാൻ രൂപം നൽകുന്നത്. 16ാമത്തെ ഒരു പ്രൊജക്റ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള 15 പ്രൊജക്റ്റ് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്രമോ ഒക്കെ പറയുന്നത് പോലെ വെറുതെ വാഗ്ദാനങ്ങൾ പറഞ്ഞ് നടത്തിവിടുന്ന അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ എന്തോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹം ചെയ്യുന്നതെല്ലാം എല്ലാ ആളുകൾക്കും കിട്ടുന്നുണ്ട്. അതായത് ആരാണോ ഈ പറയുന്ന ദുരിതം അനുഭവിക്കുന്നത്, ആരാണോ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, ആർക്കാണോ പണമില്ലായ്മ അതുമൂലം അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ കിട്ടാത്തത് ആരാണോ, അവർക്കെല്ലാം മമ്മൂക്ക ഒരുപാട് കാര്യങ്ങൾ വാരിക്കോരി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അദ്ദേഹം പറഞ്ഞു നടക്കാറൊന്നുമില്ല. അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു പോകുന്നുണ്ട്. ഇനി ഇതിനെ ചില ആളുകൾ ഇതൊരു ടാക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ ടാക്സ് കട്ടിങ് വരില്ല, ഇൻകം ടാക്സ് പിടിക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിന്നോടൊക്കെ പോയി വേറെ പണി നോക്കാൻ പറയും. കാരണം അങ്ങനെയൊക്കെ ഇൻകം ടാക്സ് പിടിക്കുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ ലാലേട്ടനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. മമ്മൂക്കയേക്കാൾ കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്ന ലാലേട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ അത്രയും അധികം പ്രതിഫലവും അയാൾ വാങ്ങുന്നുണ്ട്. എന്നിട്ട് എന്താണ് അയാൾ ചെയ്യുന്നത്? ഇതൊരിക്കലും ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടുപ്പിക്കാനോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണിക്കാനോ വേണ്ടി പറയുന്നതല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇത് ചെയ്യുമ്പോഴും മമ്മൂക്കയെ പറ്റി വിരോധം ഉള്ള, മമ്മൂക്കയെ പറ്റി ബുദ്ധിമുട്ടുള്ള, മമ്മൂക്കയെ കാണുന്നതേ അറപ്പുള്ള ചില ആളുകളുണ്ട്. അവരെ ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം മമ്മൂക്ക എന്തൊക്കെ ചെയ്താലും മമ്മൂക്ക നമ്മുടെ സമൂഹത്തിൽ കൊള്ളരുതാത്തവനാണ്. അങ്ങനെ ആക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ മമ്മൂക്ക രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചെയ്യാൻ പോകുന്ന 16ാമത്തെ പ്രൊജക്റ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ മമ്മൂക്ക ആദ്യമേ തന്നെ പത്മഭൂഷണെ പറ്റി ചോദിക്കുമ്പോൾ മമ്മൂക്ക പറയുന്നുണ്ട്, പത്മശ്രീ എന്നൊക്കെ പറയുന്നത് ഞാൻ തന്നെ പേര് മറന്നു, പത്മഭൂഷൺ അങ്ങനെയാണല്ലോ എന്ന് മമ്മൂക്ക പറയുന്നുണ്ട്. അതായത് എനിക്കിത് എൻ്റെ പേരിനൊപ്പം ചേർക്കാനോ പത്മഭൂഷൺ മമ്മൂട്ടി, പത്മശ്രീ മമ്മൂട്ടി ഇങ്ങനൊന്നും പറയാനോ എനിക്ക് താല്പര്യമില്ല. ഞാനത് ആഗ്രഹിക്കുന്ന ആളുമല്ല. എനിക്ക് അങ്ങനെ പറയാൻ എനിക്കത് താല്പര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റായിട്ട് കാണാം. മലയാള സിനിമയ്ക്ക് ഒരു അച്ചീവ്മെൻ്റാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഒരു അച്ചീവ്മെൻ്റാണ്, എൻ്റെ ആരാധകർക്ക് ഒരു അച്ചീവ്മെൻ്റാണ്. എന്നതിനപ്പുറം എനിക്കതൊരു വലിയ കാര്യമൊന്നുമല്ല. എനിക്കിതൊക്കെ നിസ്സാരമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണെന്ന് ഒരു വശത്ത് നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം തന്നെ എനിക്കിതിനോടൊന്നും താല്പര്യമില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. അദ്ദേഹത്തിന് ഒരുപാട് ടാലൻ്റായിട്ടുള്ള ആളുകളാണ് സംഘികൾ. അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിന് നല്ല ദേഷ്യവന്മാരോട് കാണും. പക്ഷേ അദ്ദേഹം അതൊന്നും പുറത്ത് പറയാറില്ല. പറയേണ്ട വേദികളിൽ വെച്ചിട്ട് അദ്ദേഹം അത് പറയുകയും ചെയ്യും. അതായത് മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കഴുത്തറക്കുന്ന പരിപാടിയൊന്നും മമ്മൂക്കയ്ക്കില്ല എന്ന് സാരം. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക ആ ഒരു രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ചെയ്യുന്ന ആ ഒരു പ്രവർത്തികളിൽ അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയ കാര്യത്തിൽ ആദരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം മമ്മൂക്ക രാജമാണിക്യം സ്റ്റൈലിൽ, ആ സിനിമയിലെ സ്റ്റൈലിൽ എങ്ങനെയാണോ അദ്ദേഹം പോകുന്നത് അതേപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വീഡിയോ എന്ന് എനിക്ക് സൈഡിൽ അറിയാൻ പറ്റും. അപ്പോൾ മമ്മൂക്ക ആളുകൾക്കിടയിൽ സ്റ്റെയറിൽ കൂടി, അതായത് ലിഫ്റ്റ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹം സ്റ്റെയറിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന 74-75 വയസ്സിലും അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന, ചുരുക്കോട് കൂടി പോകുന്ന ഒരു ചെറുപ്പക്കാരനെ പോലെ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മമ്മൂക്ക ഇതൊരു ഇതിഹാസം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. വേറെ പേരുകളുണ്ടെങ്കിൽ നമ്മൾ ആ പേരുകളിലൊക്കെ വിളിക്കണം.
എന്നാൽ ഇതൊരു ഇതിഹാസമാണ്, ഇതൊരു യുഗപുരുഷനാണ്, ഇതൊരു നവോത്ഥാന കാലഘട്ടത്തിലെ നായകനാണ്, ഏതൊക്കെ പേര് വിളിച്ച് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരൊറ്റ പേര് അദ്ദേഹത്തിന് ഓക്കെയാണ്. അതായത് ഭൂമിയിൽ നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളൊരു ദൈവങ്ങളിലൊന്ന്, അതാണ് മമ്മൂക്ക. ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്ത് അതിനിടയിൽ കൂടെ ഉടായ്പ ചെയ്യുന്നൊരു മനുഷ്യനൊന്നുമല്ല മമ്മൂക്ക. അദ്ദേഹം കിട്ടുന്ന ഒരു വരുമാനത്തിൽ പാതി അത് ഈ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന, ഈ നാട്ടിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ഈ നാട്ടിൽ പണത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്ന ആ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അത് കരുതി വെക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കുറേ പ്രോജക്റ്റുകൾ, കുറേ ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ട്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറേ ആളുകൾ ഇത് ചെയ്യുന്നത് അവരുടെ പേരിനും പ്രശസ്തിക്കും പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്, കുറേ പണം വാരാനാണ്. എന്നാൽ മമ്മൂക്ക അതൊക്കെ ചെയ്യുന്നത് മറ്റുള്ള ആളുകളുടെ മനസ്സിലെ സന്തോഷം കാണാനും അവരുടെ കണ്ണുകളിലെ ആ ഒരു സന്തോഷം കാണാനും ആ സ്നേഹം കാണാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെയുള്ള ഒരു മമ്മൂക്കയെ പറ്റി എന്തൊക്കെ അപരാധങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ആരും കയ്യും കെട്ടി നോക്കി ഇരിക്കില്ല എന്ന് സാരം. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇതൊക്കെ എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നാളെ മമ്മൂക്കയെ പറ്റി തോന്നിവാസങ്ങൾ പറയുന്ന, വൃത്തികേടുകൾ പറയുന്ന കുറച്ചധികം ആളുകളുടെ ഒരു മെഴുകൽ നമുക്ക് എല്ലാ കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കും. എന്നാൽ ഇവന്മാരെ ഒന്നും നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അത് വേറൊരു വസ്തുതയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ രീതിയിലൊക്കെ പരാമർശങ്ങളുമായിട്ടൊക്കെ വരുന്നത്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടില്ലേ, ഈ ചിക്കൻ നക്കിയതിന് കോഴിത്തൂവൽ കിട്ടും, പിന്നെ അതേപോലെ തന്നെ 100 കോടി അടിക്കാത്ത, ബോക്സ് ഓഫീസിൽ ഇന്നേ വരെ 100 കോടി അടിക്കാത്ത ഒരു നിർഗുണനാണ് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇവന്മാരെ പോലെയുള്ള കുറച്ച് കീടങ്ങളുണ്ട്. ഈ കീടങ്ങളാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പടച്ചുവിടുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇവന്മാരൊക്കെ പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു രോമത്തിൽ തൊടാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എടാ മക്കളെ, നീയൊക്കെ എന്തൊക്കെ കാണിച്ചാലും, നിൻ്റെയൊക്കെ എന്തൊക്കെ പ്രവൃത്തികളിൽ കൂടി നീയൊക്കെ എന്ത് തോന്നിവാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ രീതിയിൽ പറഞ്ഞ് വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അതൊന്നും അദ്ദേഹത്തിൻ്റെ രോമത്തിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഭാഗത്തും തൊടാൻ പോകുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സർക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് സാരം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തിൽ കുറ്റം മാത്രം കാണുന്ന, അദ്ദേഹത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് ഈ ഒരു വാർത്ത പോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വരാൻ പോകുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മനുഷ്യനായിട്ട് കാണാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ, നല്ലത് കാണുന്ന നല്ല ആളുകളുമുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയും മമ്മൂക്ക ഈ ഒരു ചാരിറ്റി ചെയ്യുന്നു. മമ്മൂക്കയ്ക്ക് ഒരുപാട് ആളുകളുടെ നല്ല പ്രാർത്ഥനയും ഒരുപാട് ആളുകളുടെ സ്നേഹമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ദീർഘായുസോടുകൂടി ജീവിച്ചു പോകാൻ സാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. സത്യം അത് തന്നെയാണ്. ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും അതിലൊരു കുറവും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ എന്നും ഉണ്ടാവട്ടെ. നമുക്കെന്നും ഈ രീതിയിൽ ചിരിച്ച് നമ്മുടെ മമ്മൂക്കയെ ഈ ഗാംഭീര്യമുള്ള ശബ്ദത്തോടു കൂടി തന്നെ ഈ ഒരുപാട് കാലം കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വിഷമിക്കാനും കരയാനും കുരു പൊട്ടാനും ട്രോളാനും ഒക്കെ ഇരിക്കുന്ന സംഖ്യക്കുട്ടന്മാരെ, അതേപോലെ തന്നെ ഈ പറയുന്ന ഏട്ടൻ ഫെക്ടൻസെ, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ആർക്കും ആരുടെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.